ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. ഗജാനനം ചന്ദ്രസമാനവണ്ണം സ്വന്തഭാഷാങ്കുശലഡ്ഗാനേസർദാനങ്കമലാസനസ്ഥം വിഘ്നേശ്വരം സദാ പ്രസന്നം. നമസ്കാരം, ഞാൻ ശങ്കരദാസ് വയലാർ. സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും സഹർഷം സ്വാഗതം. രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ക്രിസ്തുവർഷം 2025 ധനുക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക നക്ഷത്രങ്ങൾ വരുന്ന ധനുക്കൂറുകാർക്ക് ഈ വർഷാരംഭത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട്. ശസ്ത്രക്രിയാദി ദുരിതങ്ങൾ വർഷാരംഭത്തിൽ അനുഭവിക്കുന്നുള്ള സാധ്യതയും പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അപകീർത്തിക്കുള്ള സാധ്യതയും കാണിക്കുന്ന ഒരു വർഷാരംഭമാണ്. എന്നാൽ വർഷമധ്യം കഴിഞ്ഞാൽ കീർത്തിയും ഉന്നതിയും ധാരാളം ധനലാഭവും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കൂടാതെ വിവാഹ ആലോചനകൾ നടത്തിരുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും വർഷമധ്യം കഴിഞ്ഞാൽ ഉണ്ടാകും. ദാമ്പത്യ ബന്ധം സുദൃഢമാകുന്നതിനുള്ള സാധ്യതയും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുന്നുള്ള സാധ്യതയുണ്ട്. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും വർഷമധ്യം കഴിഞ്ഞാൽ ഉണ്ടാകും. വിദേശ യാത്രയ്ക്കായി ശ്രമിച്ചിരുന്നവർക്കും വർഷമധ്യം കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വർഷമധ്യം കഴിഞ്ഞാൽ ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ ഗൃഹ നവീകരണം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. പുണ്യസങ്കേത ദർശന സാഫല്യമുണ്ടാകും. എന്നാൽ വർഷാരംഭത്തിൽ മാതാപിതാക്കളുടെ അനാരോഗ്യം മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. മെയ് മാസത്തിന് ശേഷം ഭൂമി ഗുണവും കുടുംബത്തിൽ സ്വസ്ഥത ലഭിക്കുന്നതിനുള്ള സാധ്യതയുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം പറഞ്ഞു തീർക്കുന്നുള്ള സാധ്യതയും കലാ, രാഷ്ട്രീയ, സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വർഷമധ്യം കഴിഞ്ഞാൽ അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒക്കെ കിട്ടുന്നുള്ള സാധ്യതയുമുണ്ട്. മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയുള്ള ഒരു കാലഘട്ടം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നും കാണുന്നു. ദോഷപരിഹാരമായിട്ട് പക്കപ്പിറന്നാൾ തോറും ഒരു വർഷക്കാലം വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, തുളസിമാല, പാൽപ്പായസം ഇതെല്ലാം നടത്തി ദോഷശാന്തി വരുത്തണം. അതുപോലെ തന്നെ മാർച്ച് മാസത്തിന് ശേഷം ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം, ശാസ്ത്ര അഷ്ടോത്തരാർച്ചന, ഹനുമൻ സ്വാമിക്ക് ആപത്തുദ്ധാരണ മന്ത്ര പുഷ്പാഞ്ജലി, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി ഇതെല്ലാം നടത്തി ദോഷ നിവർത്തി വരുത്തണം. 2025 ധനുക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത്. ജാതക ഫലങ്ങൾക്ക് അനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം. എല്ലാവർക്കും ശുഭഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.